ഹായ് കൂട്ടുകാരെ, ബുദ്ധിമാനായ ഒരാട്ടിൻകുട്ടിയുടെ കഥ കേട്ടാലോ? ഒരിക്കൽ ഒരാട്ടിൻപറ്റം കാട്ടിൽ മേഞ്ഞു നടക്കുകയായിരുന്നു. ഒരാട്ടിൻകുട്ടി കൂട്ടത്തിൽ നിന്ന് അകന്നു പോകുന്നത് ശ്രദ്ധിച്ച അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മോനെ, നീ എപ്പോഴും മുതിർന്നവരുടെ നടുവിൽ തന്നെ നടക്കണം. കൂട്ടത്തിൽ നിന്ന് അകലെ പോകരുത്. നീ വല്ല അപകടത്തിലും പെടും. ഞാൻ അത്ര കുഞ്ഞൊന്നുമല്ല. ഞാനിപ്പോൾ വലിയ ആടാണ്. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ആട്ടിൻകുട്ടിക്ക് അമ്മയുടെ ഉപദേശം അത്ര ഇഷ്ടപ്പെട്ടില്ല. അമ്മ പറഞ്ഞത് കേൾക്കാതെ അവൻ കൂട്ടത്തിൽ നിന്നും മാറി കൂടുതൽ പുല്ല് തേടി നടന്നു. അവൻ അറിയാതെ അവൻ മറ്റുള്ളവരിൽ നിന്നും വളരെ അകലെ എത്തിയിരുന്നു. നേരം ഇരുട്ടി തുടങ്ങിയപ്പോഴാണ് തൻ്റെ കൂട്ടത്തിൽ നിന്നും വേർപെട്ട വിവരം ആട്ടിൻകുട്ടിക്ക് മനസ്സിലായത്. അതോടെ അവന് ഭയം തോന്നി തുടങ്ങി. അപ്പോഴാണ് തനിക്ക് നേരെ ഒരു ചെന്നായ നടന്നടുക്കുന്നത് അവൻ കണ്ടത്. നല്ല കൊഴുത്ത ഒരു ആട്ടിൻകുട്ടിയെ കണ്ട ചെന്നായ നാവ് നുണഞ്ഞുകൊണ്ട് കൊതിയോടെ അവനു നേരെ വരികയായിരുന്നു. തയ്യാറായി നിന്നോടാ ആട്ടിൻകുഞ്ഞെ, നിന്നെ തിന്നാൻ ഞാൻ എത്തിക്കഴിഞ്ഞു. അതിനെന്താ ചേട്ടാ, ഞാൻ തയ്യാറാണ്. ധൈര്യം വിടാതെ ആട്ടിൻകുട്ടി പറഞ്ഞു. ചെന്നായ അവനടുത്തെത്തിയതും അവൻ പറഞ്ഞു, ചേട്ടൻ എന്തായാലും എന്നെ കൊന്നു തിന്നാൻ പോവുകയല്ലേ? അതിനു മുമ്പ് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതെന്താണ്? ചെന്നായി ചേട്ടൻ നന്നായി പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? അത് കേട്ടതും ചെന്നായിക്ക് വലിയ അഭിമാനം തോന്നി. അവൻ ഉടൻ തന്നെ ഉറക്കെ പാട്ടുപാടുവാൻ തുടങ്ങി. ഈ സമയം തൻ്റെ മകനെ കാണാതെ അമ്മയാട് വിഷമിച്ച് എല്ലായിടത്തും തിരിഞ്ഞു നടക്കുകയായിരുന്നു. ചെന്നായയുടെ ശബ്ദം കേട്ടതും അവൾ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, വരൂ, നമുക്ക് ആ ചെന്നായയുടെ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് പോകാം. എൻ്റെ മകൻ അവിടെ ഉണ്ടാകും. അവനെ കണ്ടിട്ടാകും ആ ചെന്നായ ഇത്ര സന്തോഷത്തിൽ ശബ്ദമുണ്ടാക്കുന്നത്. ചെന്നായ നല്ല ഉറക്കെ പാട്ട് തുടരുന്നതിനിടയിലാണ് ഒരു കൂട്ടം വലിയ ആടുകൾ തൻ്റെ നേരെ പാഞ്ഞു വരുന്നത് കണ്ടത്. അവയുടെ വലിയ കൊമ്പുകൾ കണ്ടതും സംഗതി പന്തിയല്ലെന്ന് ചെന്നായയ്ക്ക് മനസ്സിലായി. അവൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അമ്മ പറഞ്ഞതനുസരിക്കാത്തതിന് ആട്ടിൻകുട്ടി അമ്മയോട് ക്ഷമ ചോദിച്ചു. അനുസരണക്കേട് കാട്ടിയെങ്കിലും തൻ്റെ മകൻ ബുദ്ധിപൂർവം അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതോർത്ത് അമ്മയാട് സന്തോഷിച്ചു. ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്